അപ്പോൾ അതങ്ങനെ ഒരു ദിവസം ഇന്ന് നമ്മുടെ സ്ഥിര വീട്ടമൃഗമായ അമ്മു ചേച്ചിനെ ഒന്ന് സൈഡാക്കിയിട്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കഥ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രണയ കഥ. അപ്പോൾ സംഭവം നടക്കുന്നത് ഒരു 10-65 വർഷം മുൻപാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ വലിയപ്പച്ചൻ +2 ഒക്കെ പാസ്സായി കോളേജിലോട്ട് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്ന സുദിനം. കോളേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരോടെ കഴിഞ്ഞപ്പം ഒരു വീട് അപ്പച്ചൻ്റെ കണ്ണിപ്പെട്ടു. കൃത്യമായിട്ട് പറഞ്ഞാൽ വീട്ടിലെ പെൺകുട്ടി. ഇനിയിപ്പം ആ പെൺകുച്ചിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. അതാണ് നമ്മുടെ കഥയുടെ ഹീറോയിൻ 16 കഴിയാത്ത എൻ്റെ അമ്മച്ചി. അമ്മച്ചി പണ്ടെന്ത് സുന്ദരിയായിരുന്നു എന്നറിയാവോ? പണ്ടത്തെ എൻ്റെ അമ്മച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അമ്മച്ചീനെ പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കുട്ടക്കുറുമ പോലെ ഞാൻ ഇങ്ങനെ ഉരുണ്ടു നടക്കും. നല്ല ശരീരവും ഉണ്ടായിരുന്നു. സംഭവം എന്താണേലും അമ്മച്ചിയുടെ സൗന്ദര്യത്തിൽ അപ്പച്ചൻ ഫ്ലാറ്റ്. അപ്പച്ചൻ മാത്രമല്ല അപ്പച്ചൻ്റെ പല ഫ്രണ്ട്സും ഫ്ലാറ്റ്. അതെന്തായാലും അപ്പച്ചൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നേരത്തെ തന്നെ ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ്റെ സ്റ്റാൻഡ് ക്ലിയറാക്കി. കുഞ്ഞ് ധർമ്മയല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ശേഷം പെണ്ണ് ചോദിക്കാൻ വേണ്ടി അപ്പച്ചൻ രണ്ടും കൽപ്പിച്ച് അമ്മച്ചിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അമ്മച്ചിയുടെ അപ്പച്ചൻ ഇപ്പം അവർക്കൊരു പെണ്ണിനെ കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാന്നൊരു ന്യായം. ഇത് കേട്ടിട്ട് തന്നെ അപ്പച്ചൻ വിടുവോ? അപ്പച്ചൻ്റെ വക ഒരു മാസ് ഡയലോഗ്. ഞാൻ പറയും അച്ഛനോട്, പകൻ ചേട്ടാ ഞാൻ സാമ്പത്തികമായിരുന്നു, ഞാൻ പകൻ ചേട്ടൻ്റെ മോളെയാണ് ഞാൻ നോക്കിയത്. ആ ഒറ്റ ഡയലോഗി അമ്മച്ചിയുടെ വീട്ടുകാരും ഫ്ലാറ്റ്. പിന്നെ ഒട്ടും വൈകിച്ചില്ല. ഏറ്റവും അടുത്ത് തന്നെ പുണ്യാളനെ മുമ്പ് വെച്ച് അപ്പച്ചനും അമ്മച്ചിനെ പിന്നെ ഇട്ടിക്കൊണ്ടുവന്നു. പിന്നെ അവരൊരു കുടുംബമായി. അവർക്ക് 4-5 കുട്ടികളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി. അങ്ങനെ ഒരു വലിയ കുടുംബമായി. അങ്ങനെ അവരുടെ സ്നേഹബന്ധം ഒരു വലിയ കുടുംബത്തിന് കാരണമായി. അപ്പോൾ ഈ പഴയ കഥ ഇപ്പോൾ പറയാനുള്ള കാരണം ഈ കഥയൊക്കെ പറഞ്ഞിരിക്കാനോ മാസ് ഡയലോഗ് അടിക്കാനോ ഇന്ന് നമ്മുടെ ഇടയിൽ അപ്പച്ചനില്ല. അപ്പച്ചൻ പോയിട്ട് ഇന്നേക്ക് 19 കൊല്ലമായി. അപ്പച്ചൻ്റെ കഥ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാരണം ശുദ്ധനായിരുന്നു. പോയി കരഞ്ഞു നിർത്താം ഓവർ